ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലൻ അച്യുതനോടും അനന്തനോടും അനുവിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ പറയണം. അത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഒരു കാരണവശാലും അവര് കൃഷ്ണമംഗലംകാര കല്യാണം മുടക്കാൻ ശ്രമിക്കരുത്. അത് താക്കീത് കൊടുക്കുന്നതാണ്. അനന്തം പറഞ്ഞു, ബാല, വെറുതെ നീ ഞങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എന്റെ അനന്തേട്ടാ, എന്തിനാ ഇങ്ങനെ ഇയാളോടൊക്കെ സംസാരിക്കണേ? എന്താണെങ്കിലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ ബാല, ഞങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, പക്ഷെ അതെന്റെ മോളുടെ കല്യാണം ഇല്ലാതാക്കിക്കൊണ്ടാണെങ്കിൽ പിന്നെ കൃഷ്ണമംഗലത്ത് ആരൊക്കെ വേണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. വെല്ലുവിളി നടത്തുവാണ്. അറിയാലോ, കഴിഞ്ഞ ദിവസം കിട്ടിയത് മറന്നിട്ടില്ലല്ലോ എന്ന് അച്യുതനോട് ചോദിച്ചു. അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും ഇനി തരാൻ പോന്നേ. അന്ന് പക്ഷെ മാന്യമായിട്ട് വെറുതെ വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കൈയും കാലും തല്ലി ഒടിക്കാതെ വിട്ടു. പക്ഷെ എന്റെ മോളുടെ വിവാഹം എങ്ങാനും മുടക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഒന്നും ബാക്കി വെച്ചേക്കില്ലെന്ന് പറഞ്ഞു. മോനോടൊന്ന് ചോദിച്ചൊക്കെ ശരിക്കും അലോകിനോട് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ബാലിന്റെ കൈയുടെ ചൂട് അവന് ശരിക്കും അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ അനന്തനോട് ചോദിച്ചു, എന്താ ആനന്ദേട്ടാ? ആനന്ദേട്ടൻ എന്താ ഒരക്ഷരം പോലും മിണ്ടാത്തേന്ന് ചോദിച്ചു. എന്താ? അല്ല, അവൻ ഇത്രമാത്രം വെല്ലുവിളികൾ നമ്മളെ നടത്തിയിട്ട് ആനന്ദേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയാൻ മേലായിരുന്നോ? എടാ, ബാലൻ അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ എന്തിനാ വെല്ലുവിളിക്കുന്നേ? അപ്പം കല്യാണം നടക്കട്ടെ എന്നാണോ? കല്യാണം നടക്കട്ടെ, നമ്മൾ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. ആ പെക്കുഞ്ഞിന്റെ കല്യാണം നടക്കട്ടെ. ഓഹോ, അപ്പൊ അനന്തേട്ടനും അതിനോടൊപ്പം ആണോ? എടാ, അതല്ല, ഒരു പെൺകുച്ചിന്റെ കല്യാണം എന്ന് പറയുമ്പോഴേ അത് മുടങ്ങി പോകുമ്പോ ഒന്നും അല്ലേലും ഗോമതിയുടെ മോളല്ലേ. അനന്തൻ അങ്ങനെ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അനന്തേട്ടാ, അനന്തേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അറിയാലോ. ഒരു കാരണവശാലും ആ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മളെ എത്രമാത്രം കണ്ണീര് കുടിച്ചാ ആ ലോകിന്റെ കല്യാണം ഇതിനായിട്ടും നടന്നോ? മിത്ര കല്യാണത്തല്ലെന്ന് ഒളിച്ചോടി പോയില്ലേ? എന്നിട്ടാണോ വീണ്ടും അവരുമായിട്ട്? ദേ, എനിക്കിതിനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഈ സമയം സുകന്യ ആകെപ്പാടെ ടെൻഷനിലാണ്. കാരണം അനുവിന് കൊടുക്കാൻ പോകുന്ന കോടികളുടെ സ്വത്താണ് കല്യാണത്തിന്. സ്ത്രീധനമായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കാൻ പോകുന്ന 75 പവന് അപ്പൊ തന്നെ ഉണ്ട് കോടികൾ. പിന്നെ 10 ലക്ഷം രൂപ, അത് കൂടാതെ ഒരു കാറ്, എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പത്തേനും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ പോവും. അപ്പൊ ഇത്രയും സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടാണ് ബാലേട്ടൻ അതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ കുടുംബത്തിലെ ബാക്കി മക്കൾക്കും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ധർമ്മേട്ടന് മാത്രം ഒന്നും കാണത്തില്ല. അങ്ങനെയാണ് ധർമ്മേട്ടൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെയാവും എന്നൊക്കെ ഒരു ചിന്തയുടെ സുകന്യയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ ധർമ്മം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ ധർമ്മനോട് ചോദിച്ചു, അല്ല ധർമ്മേട്ട, അനുവിന് വേണ്ടിയിട്ട് ബാലേട്ടൻ കുറെ നീക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, അതെ, ഒറ്റ മോളല്ലേ, അപ്പൊ പിന്നെ നീക്കി വെക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അല്ല, ഇത് മൊത്തം അനിയന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കോ? എടി, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടും ബാലേട്ടൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. ധർമ്മേട്ടൻ എത്ര കാലമായി ബാലേട്ടനോടൊപ്പം കൂടിയിട്ടെന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യാ ചോദിക്കുന്നേ? ചേച്ചിയുടെ ബാലേട്ടൻ കല്യാണ സമയത്ത് ഞാൻ കൂടിയതല്ലേ, എന്നിട്ട് ധർമ്മേട്ടന് വേണ്ടി വലുതും ബാക്കി വെച്ച് കാണുമെന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യമായിട്ട് ചോദിക്കുന്നേ? അല്ല, മക്കൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മേട്ടനും വേണ്ടി മാറ്റി വെക്കും തോന്നുന്നുണ്ടോ? എടി, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്റെ അളിയനെ നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ. എന്റെ അളിയൻ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി മാറ്റി വെക്കുമെന്ന് പറഞ്ഞു. പിന്നെ മാറ്റി വെക്കും, അതൊക്കെ വെറും തോന്നൽ മാത്രമാന്ന് പറഞ്ഞു. തോന്നലോ? അല്ലെങ്കിൽ പോയി ബാലേട്ടനോട് പോയി ചോദിച്ചു നോക്ക്, ധർമ്മേട്ടന് വേണ്ടിയിട്ട് എന്താ മാറ്റി വെച്ചേക്കണേന്ന്. എനിക്ക് തോന്നില്ല അങ്ങനെ തരുമെന്ന്. സ്വന്തം മക്കളുടെ അത്ര പ്രാധാന്യം വേറെ ആർക്കും കൊടുക്കത്തൊന്നുമില്ല. ധർമ്മേട്ടൻ ഇത്രയും കാലം ഗോമതി സ്റ്റോഴ്സിൽ കിടന്ന് പണിയെടുത്തത് മിച്ചം. തുച്ഛമായ വരുമാനമല്ലേ അവിടുന്ന് തരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ലാഭം എല്ലാം ബാലേട്ടൻ കൂട്ടി വെച്ചേക്കുമായിരുന്നു. നിങ്ങളോട് ആരുടെ എന്തെങ്കിലും കണക്ക് പറയാനുണ്ടോ? പിശുക്കിന്റെ ആശാനല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ദേ, വെറുതെ നീ അനാവശ്യം പറയരുത്. ഇപ്പൊ ഞാൻ അനാവശ്യം പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റും ഞാൻ എന്താണെങ്കിലും കാണുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യത്തിലൊന്നും കാണത്തില്ല. നിങ്ങളുടെ വീട്ടിലെങ്ങനെ നിൽക്കുമായിരുന്നെങ്കിൽ അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാലും. ഇങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് ഇനിയിപ്പോ അവിടെ നിന്നും കിട്ടാൻ വഴിയില്ലെന്നൊക്കെ പറഞ്ഞു. ധർമ്മനാണ് ദേഷ്യ സങ്കടം വന്നു. ധർമ്മം പറഞ്ഞു, അതെ, എനിക്കൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല, അറിയാലോ. എനിക്ക് ഇത്തിരി മനസമാധാനം നീ ഒന്ന് തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇറങ്ങിപ്പോയി. സുകന്യക്ക് ദേഷ്യമായി. അല്ലേലും ഇങ്ങനെയാ, അടിമക്കണ്ണിനെ പോലെ ഇവിടെ കിടക്കത്തുള്ളൂ എന്നൊക്കെ പിറുപിറുക്കുവാണ് സുകന്യ. ധർമ്മൻ അവളുടെ കർണം തീർത്തൊന്ന് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒന്ന് കൊടുത്തതല്ലേ, പിന്നെ എപ്പോഴും അങ്ങനെ തല്ലുന്നേന്ന് ഓർത്തിട്ടാണ് ധർമ്മനൊന്നും മിണ്ടാതെ പോയത്.
കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്യുതനും അനന്തനും ഒക്കെ വീട്ടിലേക്ക് വരുന്നത്. അച്യുതൻ വന്നിട്ട് അലോകിനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. അലോകിനോട് കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലോക് പറഞ്ഞു, അച്ഛാ, കല്യാണം അതെന്താണെങ്കിലും ഞാന് വെറുതെ വിടാൻ പോകുന്നില്ല. അവൾ ഇവിടെ വരണം. ഈ കൃഷ്ണമ്മക്കാലത്ത് അലോകിന്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. എടാ, അത് വല്ലതും നടക്കുവോ? നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇറങ്ങി വരണം വെച്ചാ ഇറങ്ങി വന്നില്ല അവളെ വരുത്താനായിട്ട് എനിക്കറിയാം. എടാ, വരുത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഇവിടെ വന്നേ മതിയാവുള്ളൂ പറഞ്ഞു. ഇപ്പൊ വന്നിരിക്കുന്ന ആലോചന നല്ല ഒന്നാന്തരം ആലോചനയാ. ചെക്കന് ബാങ്കിലെ ജോലി, കുടുംബവും നല്ലത്. ബാലം കൊടുക്കാൻ പോകുന്ന ലക്ഷങ്ങളാന്നാ പറയുന്നത് കേട്ടെ. എന്റെ അച്ഛ, അങ്ങനെയാണെങ്കിലേ അവളെ ഇവിടേക്ക് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. കല്യാണം മുടങ്ങണം. അവള് കൃഷ്ണമംഗലത്ത് വന്നാലോ അലോകിന്റെ കളികളൊക്കെ നടക്കുള്ളെന്ന് പറഞ്ഞു. എടാ, അതിന് അവള് സമ്മതിക്കും തോന്നില്ല. നീ മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒന്ന് ഓർത്തു നോക്കിയേ. എന്തൊക്കെ വന്നാലും ശരി, ഞാൻ ഇനി പിന്നോട്ടില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ അലോക് പറഞ്ഞു. എടാ, നിനക്ക് ഉറപ്പുണ്ടോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്ന്? അതോ വെറുതെ നീ തള്ളുന്നാണോന്ന് ചോദിച്ചു. അച്ഛാ, എനിക്ക് തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഞാനുള്ള സത്യം പറഞ്ഞെന്ന് പറഞ്ഞു. അലോകിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അനുവിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ അവളുടെ മനസ്സെന്താന്ന് അവനിപ്പോ ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അനുവിന് ദേഷ്യമായിരുന്നു അലോകിനോട്. ഈ സമയത്ത് മീനാക്ഷിയും മിത്രയും കൂടെ ചേർന്ന് അനുവായിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം ക്ഷേത്രത്തിലേക്ക് ജീവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് അനുവിന് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അലോകിനെ കുറിച്ച്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുന്ന ശ്രീദേവി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തുറന്ന് സംസാരിച്ചിട്ട് വേണം, അല്ലാതെ ജീവിതത്തിലേക്ക് കടക്കില്ലെന്ന് പറഞ്ഞു. ഈ ബന്ധം ഇല്ലാതായി പോട്ടെ, സാരമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ബന്ധം താരുന്നേക്കാൾ നല്ലത് അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുന്നല്ലേ. കാരണം ശ്രീദേവിക്കറിയാം തന്റെ അനുഭവം ഇനി മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല. ഒരുപക്ഷെ താൻ കല്യാണത്തിന് മുമ്പ് ആനന്ദനോടെല്ലാം കാര്യങ്ങളും തുറന്നു പറയായിരുന്നെങ്കിൽ തന്റെ ജീവിതം ഇങ്ങനെ താറുമാറായി പോകത്തില്ലായിരുന്നു എന്ന് ശ്രീദേവിക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ അനുവിന് ആ ഒരു അങ്ങനത്തെ ഒരു കാര്യം അനുവിന് ഉണ്ടാവരുത്. അനുവിന്റെ ജീവിതം താർന്നു പോലെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ. ഒടുവില് മിത്രയും മീനാക്ഷിയും കൂടെ ചേർന്നിട്ടാണ് അനുവിനും കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പൊ ജീവനോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അനുവിനോട് മീനാക്ഷിയും മിത്രം പറഞ്ഞു, ഞങ്ങളിവിടെ നിൽക്കാം, നീ പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. അനു പറഞ്ഞു, എനിക്ക് നല്ല ഭയമുണ്ട്. എന്തിനാ ഭയക്കണേ? ഞങ്ങളല്ലേ ഇവിടെ നിൽക്കണേ, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പോയി സംസാരിച്ചോളാൻ പറഞ്ഞു. അല്ല, അത് പിന്നെ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഒടുവില് ജീവന്റെ അടുത്തേക്ക് വന്നു. ജീവന് ഭയങ്കര സന്തോഷമായിരുന്നു അനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. മുമ്പൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഈ കല്യാണാലോചന വന്നപ്പോൾ തന്നെ ഇതിന് ജീവ സമ്മതിച്ചു പോലും. ജീവൻ നേരെ പോന്നുള്ള സ്വഭാവക്കാരനാണ് താനും. അങ്ങനെ ഒടുവില് അനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജീവൻ ചോദിച്ചു, അല്ല അനുവിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം ചോദിച്ചു. അനു പറഞ്ഞു, അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. അതെ, ജീവൻ ഓപ്പൺ മൈൻഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ മനസ്സിലായതാ. അപ്പൊ ഇനി എന്റെ മനസ്സിലുള്ളതും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അനു ആ കാര്യം പറയുന്നത്, അലോകിനെ കുറിച്ച് പറയുന്നത്. എന്റെ മുറച്ചെറുക്കനാണ്, അവൻ എന്നെ ഇഷ്ടമായിരുന്നു, എനിക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേങ്കില് കുടുംബക്കാർ നമ്മൾ ശത്രുതയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഒടുവിൽ അനു പറഞ്ഞു, ഇനി ജീവന്റെ തീരുമാനം. അപ്പോഴേക്കും ജീവനൊന്ന് നോക്കി, എന്നിട്ട് അനുവിനോട് ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോന്ന് ചോദിച്ചു. ആ സമയം അനു പറഞ്ഞില്ല, അവന്റെ ചതിയെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ അവന്റെ ശത്രു മാത്രമാണ്. അങ്ങനെയൊക്കെ തന്റെ മനസ്സാന് തുറക്കുവാണ്. ഇനിയിപ്പൊ ജീവനാണ് മറുപടി പറയണ്ടേ. ഈ സമയത്ത് മീനാക്ഷിക്കും ഇത്രയ്ക്കും ഒക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ജീവൻ എന്ത് മറുപടി പറയും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ. ചിലപ്പോൾ പറ്റില്ല, ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, തീർന്നു അവിടെ കൊണ്ട്. ജീവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. മിത്ര പറഞ്ഞ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്കിള് നമ്മളെ വെറുതെ വിടില്ല, നമ്മളോടും ദേഷ്യപ്പെടും. കാരണം ഇതൊക്കെ പറയാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചോണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, സാരമില്ല, നീ ആ കാര്യം ഒന്നും ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.